ഷാർജയിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അതുല്യ വിഭജിക രണ്ട് കൊല്ലം സ്വദേശിനികളാണ്. വിഭജികയുടെ ബോഡി അടുത്ത ദിവസം വരുമെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒക്കെ പുരോഗമിക്കുന്നു ഇന്ന്. ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരുമായിരിക്കും. പക്ഷെ ഇതിന്റെ പിന്നിലേക്ക് നമ്മൾ ഒരു തിരിഞ്ഞു നോട്ടം നടത്തുമ്പോൾ ഈ ബന്ധം ഒരു കാരണവശാലും ഈ വീട്ടുകാർ നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഇപ്പോൾ ഇവർ പുറത്തു വരുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ കുട്ടിയുടെ നിശ്ചയം കഴിഞ്ഞു പോലും പ്രശ്നം തുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. നിശ്ചയം കഴിഞ്ഞ് എങ്ങനെയാണ് കല്യാണം മാറ്റുന്നത് എന്ന ഒറ്റ വിഷയത്താൽ നമ്മുടെയൊക്കെ ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരു ദുരഭിമാനമായി മാറുന്നതുകൊണ്ടാണ് ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ തന്നെ ഈ നിശ്ചയം കഴിഞ്ഞ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയവനെ ഒരു കാരണവശാലും പിന്നെ ആ ഒരു ബന്ധത്തിലേക്ക് പോകണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ജീവിതം കളയണ്ടായിരുന്നു. എന്തിന്? ആദ്യ രാത്രിയിൽ പോലും സംശയത്തിന്റെ നിഴലിലാണ് കല്യാണ മണ്ഡപത്തിൽ മദ്യപിച്ചുകൊണ്ട് വന്ന് ഇവനെയൊക്കെ എന്ത് സമൂഹം ചെയ്യേണ്ടത്? ഇത്രയും നാൾ ഈ കുട്ടി എങ്ങനെ അവന്റെ കൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് സംശയം. ആയിരത്തുള്ള ഒരു സ്ത്രീ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതെന്നോട് പിന്നെ അന്നേരം ഞാൻ ഇത് മുമ്പേ നിന്നെ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് അന്നേരമാണ് ഞാൻ ചോദിക്കുന്നത്. അന്നേരമാണ് ഇവിടെ ഫസ്റ്റ് നൈറ്റ് തൊട്ടുള്ള കഥകൾ ഈ കൊച്ചിങ്ങനെ വിളമ്പുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തരുന്നത്. അമ്മേ ഇന്നതുപോലെ ആയിരുന്നു, പിന്നെ എന്നെ അവിടെ കല്യാണം കഴിഞ്ഞ് കൊണ്ട് കാറിൽ കയറിയപ്പോ തന്നെ ഇവൻ കാറിൽ സീറ്റിൽ ഇരുന്നിട്ട് ചോദിക്കും, മാല ഇടാൻ കയറിയപ്പോഴും മദ്യപിച്ചിട്ടാ ചെന്ന് മാലയിടിയിൽ നടത്തിയെന്ന്. കേട്ടല്ലോ, ഒരു കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കർമ്മമാണ്. ആ കർമ്മത്തിന് പോലും മദ്യപിച്ചിട്ടെത്തുന്ന ഒരു നവവരൻ. ഈ സത്യത്തിൽ ഇവർ ഈ വീട്ടുകാർ തന്നെയല്ലേ ഈ കൊച്ചിന്റെ ജീവിതം കളഞ്ഞെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ഈ നമ്മുടെ അഭിമാന പ്രശ്നം നോക്കി പോകുമ്പോൾ ഇപ്പൊ അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു പിന്നെ കുട്ടി മാത്രമുള്ള ഒരമ്മയും അല്ലെങ്കിൽ അവർക്കൊരു മകളെയുമാണ് നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ പിന്നെ ഇവന്റെ ജോലി എന്തായാലും ഇവനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാന്ന് തോന്നുന്നു, അവിടെ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു. നല്ല ശമ്പളം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ശരി, അവന്റെ ജോലി ഇന്ന് പിരിച്ചുവിട്ടു. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ്. അരുൺ പാറാട്ട് വിവരങ്ങൾ നൽകും. ദുബായിൽ നിന്ന് അരുൺ. നല്ല തൊപ്പിയൊക്കെ വെച്ച പടമൊക്കെ ഇവന് കാണാൻ സുമുഖൻ. അതുപോലെ തന്നെ ഈ പിന്നെ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് അടുത്ത ക്ഷേത്രത്തിലെ ഒരു താലപ്പൊലി മഹോത്സവത്തിന് ഈ കുട്ടി ഈ നല്ല ചുമല ഒരു പാവാടയും ഡ്രസ്സും ധരിച്ച് താലപ്പൊലി എടുക്കുന്ന കണ്ട് ആകർഷനായി. അന്നേരം തന്നെ ഇവൻ ഇതിന്റെ പുറകെ കൂടിയിട്ട് ഇവരുടെ ബന്ധുക്കളെയൊക്കെ സ്വാധീനിച്ച് ഈ കുട്ടിയെ കല്യാണം കഴിച്ചു തരണമെന്നും പറഞ്ഞു. അങ്ങനെ ഈ ബന്ധത്തിന് വേണ്ടിയിട്ട് ഈ അമ്മ അവിടെ ചെല്ലുകയും ആദ്യം പല കാരണങ്ങൾ പറയുന്നുണ്ട്. വേണ്ട എന്ന് വെച്ച് വിട്ടതാണ്. കാര്യം 17 വയസ്സ് മാത്രമേ ഉള്ളൂ അന്നേരം ഈ അതുല്യക്ക്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം വേണ്ട, പഠിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവൻ നിരന്തരമായി അമ്മയെ അവിടെ വിട്ട്, തള്ളയെന്ന് പറയാൻ ശരിയല്ല, അമ്മയെ അവിടെ വിട്ട് കമ്പനി ജയിച്ച ആ വീട്ടുകാരെ കൊണ്ട് ഇതിന് സമ്മതിപ്പിക്കുകയായിരുന്നു. എന്തായാലും ശരി, അതുല്യയുടെ അച്ഛനും പറയുന്നുണ്ട് ഇവൻ മദ്യപിച്ചുകൊണ്ടാണ് വന്നതെന്നുള്ളത്. നിശ്ചയം നടത്തിയതിന് ശേഷമാണ് ഇവൻ്റെ ഓരോ യഥാർത്ഥ തനി സ്വഭാവങ്ങളും അറിയാൻ തുടങ്ങിയത്. ഈ ഫോൺ വിളികളിലൂടെ തന്നെ മനസ്സിലാക്കി, എൻ്റെ കുട്ടി തന്നെ, എൻ്റെ മോള് തന്നെ മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് വൈകിപ്പോയിരുന്നു. പിന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവൻ ഇവിടെ വരികയൊക്കെ ചെയ്തു. പിന്നെ ഇതിനകത്ത് കേട്ടല്ലോ, ഒരച്ഛൻ പറയുന്ന വാക്കുകളാണ്. സത്യം പറഞ്ഞാൽ അവരൊക്കെ നമുക്കായാലും അങ്ങനെയൊക്കെ ചിലപ്പോൾ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു അച്ഛന്റെ എന്താണ് ആ ഒരു അവസ്ഥ, മാനസികാവസ്ഥ, നാട്ടുകാരുടെ മുന്നിൽ കരക്കാരെ വിളിച്ച് നിശ്ചയം നടത്തി കഴിഞ്ഞ് മാറ്റുന്നത്. പക്ഷെ അതിന്റെ തലയിലെടുത്ത വിധി എന്നൊക്കെ പറയാം, അല്ല എന്ത് പറയാനാ. കാര്യം അന്ന് ഇത് മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഇതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. നല്ല സുന്ദരിയായ ഒരു കൊച്ച്, അത് കുറച്ചുകൂടെ പഠിക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ എവിടെങ്കിലും പോയാൽ നല്ലൊരു ജോലി ഗൾഫിൽ തന്നെ കിട്ടുകയാണെങ്കിൽ തന്നെ അതിന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നു. ഇവൻ സംശയരോഗമാണ്. ഒരാളുടെ കോള് വന്നുള്ള സ്വന്തം അനിയത്തി അവിടെ ഉണ്ട്, അനിയത്തിയുടെ കോള് വന്നാൽ പോലും സ്പീക്കർ ഇട്ടിട്ട് വേണം സംസാരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ 5 വർഷമായിട്ട് അവന്റെ വീട്ടില് യാതൊരു സഹകരണവും ഇല്ല. അവന്റെ അമ്മയും ഇപ്പം ധർമ്മസങ്കടത്തിലാണ്. പാവം പിടിച്ച ഒരമ്മ.
അമ്മ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ഇവൻ ചേട്ടൻ മരിച്ചത് ദുബായിലെ കഴിഞ്ഞ ദിവസം ഒരു ബൈറ്റ് കണ്ടായിരുന്നു. ഒരു ചേട്ടൻ മരിച്ചപ്പോൾ ഇവന് ഭയങ്കര ആഘാതമായി പോയി, ഇവന് താങ്ങാൻ പറ്റിയില്ല. കാര്യം ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞ് ഇവൻ ഇങ്ങനെ രക്ഷപ്പെടുകയാണ്. ചിലപ്പം ആ കുട്ടിയെ സ്വയം ജീവൻ ഒടുക്കുകയാണെങ്കിൽ പോലും, പക്ഷെ മറ്റുള്ള തെളിവുകളെല്ലാം ഇവനെതിരാണ്. ഇവന് ജോലി പോയി, ഇനിയും അവിടെ കേസുണ്ടോ, ഇല്ലെങ്കിൽ നാട്ടിലേക്ക് കയറ്റി വിട്ടാൽ ജോലി പോകാൻ അവിടുന്ന് കയറ്റി വിടും. ഇവിടെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ പോലീസ് കൈയോടെ പൊക്കും. ഇവൻ എന്തായാലും തക്കതായ ശിക്ഷ കിട്ടുന്ന വകുപ്പുകൾ എടുത്തും. ഈ അമ്മ പറയുന്ന വാക്കുകൾ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണോ നമ്മൾ മനസാക്ഷി പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ആ കൊച്ചു വിഷമിച്ചതിൽ എൻ്റെ മോൻ മരിച്ചിട്ട് 5 കൊല്ലമായി, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 10 കൊല്ലമായി. ആ ഒരു മാനസിക ഇതിലിരിക്കുന്ന ഞാൻ, ആ കൊച്ചു മരിച്ചതിൽ എനിക്ക് 3 ദിവസമായി ഞാനിന്ന് കുളിച്ചിട്ട് പോലും. 3 ദിവസമായി. അന്ന് തൊട്ടേ ഞാനിതേവനെ കൂടെ കിടക്കുക. ഒരമ്മയുടെ ദീനരോധനം എന്നേ പറയാൻ പറ്റൂ. ആ അമ്മ എന്ത് കഴിച്ചു? ഈ മുടിയനായ ഈ എന്താ പറയുന്നത്, അവന് ജന്മം കൊടുത്തതാണ് അവർ ചെയ്ത ഏറ്റവും വലിയത്. ഇത്രയും പഠിപ്പിച്ചു വലുതാക്കിയ അവന് തള്ളേക്ക് 10 പൈസ കൊടുക്കാറില്ല. ആ വീട്ടിലോട്ട് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ മൂത്ത മകൻ മരിച്ചിട്ട് ഇവരവിടെ കയറിയിട്ടില്ല. ആ നാട്ടുകാരുടെ മുന്നിലെല്ലാം അതിഭയങ്കരമായ അഭിനയമാണ് നടത്തുന്നത്. അതുപോലെ വീട്ടുകാരുടെ മുന്നിലും ഈ അതുല്യയുടെ അച്ഛൻ കഴിഞ്ഞ റീസെന്റ് ടൈമിലുണ്ടായ ഒരു പ്രശ്നത്തിൽ ഷാർജയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരേണ്ടി വന്നു. ആ സമയത്ത് അനീതിയുടെ വീട്ടിലേക്ക് പോയ അതുല്യയോട് കർശനമായി പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും മോളെ നീ പോകരുത്, നാട്ടിലേക്ക് കയറി വാ, കുഞ്ഞിനെ ഞങ്ങൾ വളർത്തിക്കോളാം എന്ന് ഉറപ്പ് കൊടുത്താണ്. പക്ഷെ ഭർത്താവിനെ അത്രയും, താലി കെട്ടിയ ഭർത്താവിനെ ഇത്രയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു സ്ത്രീത്വം, ആ പെൺകുട്ടിയുടെ ആ ഒരു ഉണ്ടല്ലോ ചാഞ്ചല്യമാണ് ഇപ്പോൾ ഇതിലേക്ക് നയിച്ചത്. ഇതുപോലെ ഇനിയുമുള്ള ഗൾഫിൽ കഴിയുന്ന നിരവധി നമ്മുടെ സഹോദരിമാരൊക്കെ കാണും. ഇതെല്ലാം അവർക്ക് ഒരു ഗുണപാഠമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.